പലപ്പോഴും സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ അതിനൊരു പ്രോപ്പർ ലീഗൽ സ്ട്രക്ചർ വേണമെന്നുള്ള കാര്യം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം അതിന് ഏതെങ്കിലും അംഗീകൃതമായ ഒരു രൂപം വേണം. അതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ഒരാളൊറ്റയ്ക്ക് ചെയ്യുന്ന രീതിയിലാവാം, ഒരു ലോക്കൽ ബോഡി ലൈസൻസോട് കൂടി, അതല്ലെങ്കിൽ LLPയോ പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ, ഇങ്ങനെ ഏത് രൂപങ്ങളും ആവശ്യമനുസരിച്ചിട്ട് നമ്മളുടെ സാഹചര്യങ്ങളനുസരിച്ചിട്ടും ലക്ഷ്യങ്ങളനുസരിച്ചിട്ടും ആവാവുന്നതാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ അവനവൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രിമിറ്റീവായിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, നമ്മൾ വളരെ മിതമായ രീതിയിൽ അങ്ങനെ പോയാൽ മതിയെങ്കിൽ ചിലപ്പം പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമുക്ക് വളരണം, നമ്മളെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളതും, ഒരു കമ്പനിക്കൊരു പേരുണ്ടാവുക അല്ലെങ്കിൽ ബിസിനസ്സിനൊരു പേരുണ്ടാവുക, ആ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് നമ്മളെ ക്ലയൻറ്റുകൾക്ക് നൽകാൻ, പേയ്മെൻറ്റ് നൽകാൻ വേണ്ടി ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ടാക്സേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ പരിധികളുണ്ട്. നമ്മൾ ആ പരിധിയുടെ മുകളിലേക്ക് ബിസിനസ് എത്തുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് ആപ്ലിക്കബിൾ ആവുക. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത് വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രോപ്പർ സിസ്റ്റത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്.